ഒരു 45 വയസ്സ് കഴിഞ്ഞാൽ സാധാരണ സ്ത്രീകളിലാണ് കൂടുതലായിട്ടും ഷോൾഡറിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ് അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ. അപ്പോൾ ഈ ഫ്രോസൺ ഷോൾഡർ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഷോൾഡർ ജോയിൻറ്റിന് പുറത്തായിട്ടൊരു ക്യാപ്സ്യൂൾ ഉണ്ട്. ഒരു ബുക്കിന് നമ്മൾ ബൈൻഡ് ചെയ്യുന്ന ഒരു കവർ പോലത്തെ ഒരു ക്യാപ്സ്യൂൾ. അപ്പം അത് കാലക്രമേണ പ്രായമാകുമ്പോൾ അതിങ്ങനെ ചുരുങ്ങി ഷ്രിങ്കേജ് ആവുകയും അതുകൊണ്ട് നമുക്ക് മൂവ്മെൻറ്റ്, കൈയിനെ തിരിക്കാനും ഉള്ളിലോട്ട് തിരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ സാധാരണ അനുഭവപ്പെടാറുണ്ട്. അതിനാണ് നമ്മൾ അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ് അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയാറ്. ഡയബറ്റിക് പേഷ്യൻസിന് കുറച്ചുകൂടെ നേരത്തെ വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക? ആദ്യം നമ്മൾ ക്ലിനിക്കലി പരിശോധിച്ച് നോക്കും. മൂവ്മെൻറ്റ്സ് എത്രത്തോളം ഉണ്ട്, പ്രത്യേകിച്ച് പുറത്തോട്ട് തിരിക്കാൻ പറ്റില്ല, ഡ്രസ്സ് ഇടാനുള്ള പാട്, ഷെൽഫിൽ നിന്നൊരു സാധനങ്ങൾ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ കണ്ടുവരുന്നത്. ഇത് ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം എക്സ്റേ എടുത്ത് നോക്കും. എക്സ്റേയിൽ പ്രത്യേകിച്ചൊന്നും കാണില്ല. പിന്നെ ഒരു ഡെഫിനറ്റീവ് ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് നമ്മൾ MRI ചിലപ്പോൾ എടുക്കാറുണ്ട്. എപ്പോഴും ഈ അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ് നമ്മൾ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി ആയിട്ട് നമ്മൾ രണ്ടും വേർതിരിക്കണം. അതിനെയാണ് MRI നമ്മളെ ഹെൽപ്പ് ചെയ്യുക. റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയിനെ പൊക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് ഇവിടെ നിന്ന് പേശികൾ ഇവിടെ നിന്ന് വിട്ടുപോകാം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ വേർതിരിച്ച് ഇതിൻ്റെ യഥാർത്ഥ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം മരുന്ന് കഴിക്കുക, ഫിസിയോതെറാപ്പി ചെയ്യുക. ഫിസിയോതെറാപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് നമ്മൾ മൂവ്മെൻറ്റ്സ് റീഗെയിൻ ചെയ്യണമെങ്കിൽ ഫിസിയോതെറാപ്പി നമ്മൾ ചെയ്യണം. അതിൻ്റെ ഒപ്പം ജോയിൻറ്റിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഫോമും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു റിസൾട്ട് നമ്മൾ കാണുന്നില്ല എങ്കിൽ ആർത്രോസ്കോപ്പി അല്ലെങ്കിൽ കീഹോൾ വഴി ആ ടൈറ്റായിട്ടിരിക്കുന്ന അഡ്ഹഷൻസിനെ നമ്മൾ റിലീസ് ചെയ്യാറുണ്ട്. അഡ്ഹസീവ് ലൈസിസ് എന്നാണ് പ്രൊസീജിയർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസിനെ ട്രീറ്റ് ചെയ്യുന്നത്.